സമയം ഏകദേശം ഉച്ചയ്ക്ക് 11 മണിയായിട്ടുണ്ടായിരുന്നു. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കണം. ചോറ് ഓൾറെഡി വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കറികൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ഇന്ന് അയില മീൻകറി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. തലേദിവസം ചേട്ടൻ വരുമ്പോൾ ചെറിയ അയിലക്കുട്ടികൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും മീൻകറി വെക്കാം. അതിൻ്റെ കൂടെ നമുക്ക് പപ്പായ ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ ഉപ്പേരി വളരെ സ്പെഷ്യലാണ്. ഒരു കാബേജ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഇന്നത്തെ പപ്പായ ഉപ്പേരി നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. വപ്പക്കായ പപ്പായ എന്നൊക്കെയാണ് നമ്മുടെ ഇവിടെ പറയുക. കുറേ സ്ഥലങ്ങളിൽ കപ്പളങ്ങ, കപ്പയ്ക്ക അങ്ങനെയൊക്കെ പറയുന്നതാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ ഇവിടെ വപ്പക്കായയാണ്. വപ്പക്കായ ഞങ്ങൾ മാറ്റി വെച്ചു. ആദ്യം മീൻകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. ഏകദേശം അരമുറി നാളികേരം ചെരുകിയിട്ടാണ് നമ്മളിതുപോലെ അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടുള്ളത്. എപ്പോൾ മീൻകറിക്ക് നാളികേരം അരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ കുറച്ച് പെരിഞ്ചീരകം ചേർക്കാറുണ്ട്. ഇതെൻ്റെ അമ്മ പഠിപ്പിച്ചതാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റ് എനിക്കിപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെരിഞ്ചീരകം ചേർക്കും. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരരിപ്പ വെച്ചതിന് ശേഷം ആദ്യം അരച്ചത് അരിപ്പയിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. വീണ്ടും കിട്ടുന്ന ഈ ഒരു തേങ്ങയുടെ തരിയൊക്കെ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഞാൻ അരച്ചെടുക്കും. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ 1-2 പ്രാവശ്യം അരച്ചെടുത്തതിന് ശേഷം മുഴുവനായിട്ട് നാളികേരത്തിൻ്റെ ആ ഒരു അരപ്പ് ഞാൻ ചേർക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം നല്ല രീതിയിൽ നാളികേരം അരഞ്ഞിട്ടുണ്ടാവണം. അരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിരിപിരിയായിട്ട് നമ്മുടെ മീൻകറിയുടെ മുകളിലൊക്കെ പൊന്തി കിടക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല രീതിയിൽ കൊഴുപ്പ് കിട്ടും കേട്ടോ. നമ്മളിവിടെ കൂടുതലായിട്ടും നാളികേരം അരച്ചിട്ട് തന്നെയാണ് മീൻകറി വെക്കാറുള്ളത്. കാരണം 2 നേരമൊക്കെ നമുക്ക് നല്ല ലാവിഷായിട്ട് മീൻകറി കൂട്ടണം എന്നുണ്ടെങ്കിൽ നാളികേരം അരച്ച് വെച്ചാലേ നടക്കുള്ളൂ. മീൻ കറിയുടെ കൂട്ട് തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ തീയൊക്കെ ഓണാക്കിയിട്ട് നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചട്ടി. അതിനുശേഷമാണ് നമ്മൾ പിന്നെ ഓരോരോ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചധികം കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ പുളിക്ക് ആവശ്യമായിട്ട് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്തും കൊണ്ട് നമുക്ക് വപ്പക്കായയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം. ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടായതാണ് ഈ ഒരു വപ്പക്കായ ചെടി. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് സെക്യൂരിറ്റി ചേട്ടൻ പൊട്ടിച്ച് തന്നതാണ്. ഇടയ്ക്കൊക്കെ ഞാൻ അതുപോലെ വപ്പക്കായ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഈ ഒരു വപ്പക്കായ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പഴുത്താലും നല്ല മധുരമാണ്. അതുപോലെ തന്നെ ചള്ളൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് വപ്പക്കായ ഉപ്പേരി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഉപ്പേരിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പലർക്കും അറിയുണ്ടാവില്ല ചിലപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. എന്തായാലും ഞാൻ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോട്ടോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ മീൻകറിയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മീൻകറി തിളച്ച് വന്ന് കുറുകി വന്നപ്പോൾ നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ അയിലക്കുട്ടികളായതുകൊണ്ട് തന്നെ ഞാൻ നടുവൊന്നും മുറിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 7-8ഓളം അയിലക്കുട്ടികൾ നമ്മൾ കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ വറക്കാനായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടിയെന്ന് ഞാൻ തെറ്റി പറഞ്ഞതല്ല. ചില ദിവസങ്ങളിൽ ഞാൻ മീനിന് മസാല പുരട്ടുന്ന സമയത്ത് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം. അതുപോലെ തന്നെ പെരിഞ്ചീരകമൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ മസാല തയ്യാറാക്കിയിട്ട് മീനുമലൊക്കെ ഇങ്ങനെ പുരട്ടി വെക്കാറുള്ളത്. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഇനി നമുക്ക് വപ്പക്കായ ഈ ഒരു ചോപ്പറിൽ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ചോപ്പറാണ് കേട്ടോ. നമുക്ക് ഒരുപാട് മോഡലിൽ ഇത് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് വലിയ സൈസിൽ ചോപ്പ് ചെയ്യാം, ചെറുതായിട്ട് സൈസിൽ ചോപ്പ് ചെയ്യാം, നല്ല തിന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു ചോപ്പറാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്കത് അരിഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കാബേജൊക്കെ നുറുക്കി കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, അതുപോലെ നല്ല നീളത്തിലായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ചോപ്പർ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഞാൻ ഇതുപോലെ കറി വെക്കാറുണ്ട് വപ്പക്കായ. അതുപോലെ തന്നെ വപ്പക്കായും പയറും കൂടിയിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വപ്പക്കായ നാളികേരമൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വപ്പക്കായ നുറുക്കി വെച്ചിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ചാറുകറി ഉണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉപ്പേരി എന്നുള്ള രീതിയിൽ കാബേജ് സ്റ്റൈലിൽ വെക്കാമെന്നാണ് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നുറുക്കിയൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മീൻകറിയൊക്കെ കുറുകി നല്ല ഉപ്പും അതുപോലെ തന്നെ നല്ല പുളിയും ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. മീനിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് അവിടെ മാറിയിരിക്കട്ടെ. അവസാനം നമുക്കൊന്ന് കാച്ചിയെടുക്കണം. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് വപ്പക്കായ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള വപ്പക്കായ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയത്ത് വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ വറ്റൽമുളക് ചേർത്തിട്ടില്ല കേട്ടോ ഇന്ന്. പക്ഷേ ഞാൻ ഒഴിച്ചു കൂടാത്ത മറ്റൊരു സംഭവം ചേർത്തിട്ടുണ്ട്. മറ്റൊന്നല്ല, ഉഴുന്നും പരിപ്പ്. ഞാൻ കാബേജ് തോരനായാലും അതുപോലെ തന്നെ ഇതുപോലെ വപ്പക്കായ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഞാൻ കുറച്ച് ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. എന്തോ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മുടെ കറിയിലൊക്കെ കടിക്കാനായിട്ട് എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ്
ടേസ്റ്റും ഫ്ലേവറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വപ്പക്കായും അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കാണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കുക്കാവാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഈ ഒരു വപ്പക്കായിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ മാത്രമേ നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്ത് കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇത് പിന്നെ വളരെ തിന്നാണ്, നല്ല നേർത്ത ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ വപ്പക്കായ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കാവും. 5 മിനിറ്റ് മതി ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ. കാബേജിനേക്കാളും കിട്ടൽ രുചിയാണ് ഇതുപോലെ വപ്പക്കായൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. എനിക്ക് കാബേജിനേക്കാളും ഇഷ്ടം വപ്പക്കായ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനാണ് കേട്ടോ. പിന്നെ ഒരുപാട് എരിവില്ല, കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഹെൽത്തിയാണ് വപ്പക്കായ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മുടെ വപ്പക്കായ തയ്യാറായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചപ്പോഴേക്കും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചെരുവിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ കൂടുതലായിട്ടും കറികളിൽ നാളികേരം അരച്ചിട്ടും അതുപോലെ തന്നെ നാളികേരം ചെറുകിയതൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഉപ്പേരികളിലൊക്കെ അത് ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുറവ് ഉപ്പേരിക്കുള്ള പോലെയാണ് തോന്നാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കാബേജ് ഉപ്പേരിയിലും അതുപോലെ തന്നെ വപ്പക്കായൊക്കെ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാളികേരം ചേർത്ത് കൊടുക്കും. അപ്പോൾ നാളികേരം ചേർത്ത് കൊടുക്കാനായിട്ട് താല്പര്യമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട. പക്ഷേ ഇങ്ങനെ കഴിക്കാനാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നാളികേരം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു വപ്പക്കായ തോരനും തയ്യാറായിട്ടുണ്ട്. ഇനി മീൻകറി ഒന്ന് നമുക്ക് കാച്ചിയെടുക്കാം. ചൂടായി വന്നിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് 2-3 ചുവന്നുള്ളി അരിഞ്ഞതും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇതുപോലെ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. അതാണ് നമ്മൾ മീൻകറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല തൃശ്ശൂർ സ്റ്റൈലിൽ നാളികേരം അരച്ചിട്ട് കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള കിടിലനായിട്ടുള്ള മീൻകറിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ള കറികൾ കേട്ടോ. ഒരുപാട് കറികളൊന്നുമില്ല, ഒരു ചാറ് കറിയും അതുപോലെ തന്നെ ഒരു ഉപ്പേരിയാണുള്ളത്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് മസാലയൊക്കെ പരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മീനും കൂടി ഒന്ന് വറുത്തെടുക്കാം. പിന്നെ എന്ത് വേണം നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനല്ലേ. ഇത്രയും അധികം ഐറ്റംസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ചോറുണ്ണാനായിട്ട് പറ്റും. ഒരുപാട് തരം കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഒരു ചാറ് കറിയും ഒരു ഉപ്പേരിയും അതുപോലെ തന്നെ ഇതുപോലെ തൊട്ട് കൂട്ടാനായിട്ട് എന്തെങ്കിലും അച്ചാറോ പപ്പടോ മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ലഞ്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിൽ, ചെറിയൊരു ലഞ്ചിൻ്റെ വിശേഷങ്ങളാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഞാനിന്ന് വെച്ചിട്ടുള്ള കറികളൊക്കെ കൂട്ടി അടിപൊളിയായിട്ടുള്ളൊരു ലഞ്ച് കഴിച്ചിട്ട് വരാം കേട്ടോ.